ഒരിക്കലും ഐലൻഡായി ജീവിക്കല്ല. സ്തോത്രം. 7000 പേര് ബാലിന് മുട്ടുമടക്കാത്തവരായ ദേശത്തിലുണ്ട്. പക്ഷെ ഒരുത്തൻ ഐലൻഡായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഏലിയാവ്. ആരുമായിട്ട് കണക്ഷൻ ഇല്ല. സ്തോത്രം. there are good people, there are nice people. പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്, ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരുണ്ട്. ആ റൈറ്റ് പീപ്പിളുമായി നീ കണക്ട് ചെയ്യണം. എൻ്റെ പേരാണ് കൂട്ടായ്മ, എൻ്റെ പേരാണ് ഫെലോഷിപ്പ്. എന്നാൽ വേറെ ആരുമായിട്ട് റൈറ്റ് പീപ്പിളുമായിട്ട് അവന് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം അവസാനം തന്നെ നിരയിച്ചു. അവസാനം ഇങ്ങനെ പറയേണ്ടി വരുന്നു, നൗ ഇറ്റ് ഈസ് ഇൻ ഗോഡ് ടേക്ക് മൈ ലൈഫ് ക്വിക്ക്ലി. ഇപ്പം മതി യഹോവേ, എൻ്റെ ജീവനെ എടുക്കണമേ. പക്ഷെ ദൈവത്തിൻ്റെ ശുശ്രൂഷ അപൂർണ്ണമല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷ പൂർണ്ണതയാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ ശുശ്രൂഷ അപൂർണ്ണതയല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷ പൂർണ്ണത. ഞാൻ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 ആണ്, പൂർണ്ണതയാണ്. എന്നാൽ 3.5 ആയപ്പോൾ അവന് ഇല്ലാത്തൊരു അറ്റാക്ക് ഉണ്ടായി. സ്തോത്രം. അതെ, അവിടുത്തെ റാണി, നിങ്ങൾക്കറിയാം സ്റ്റോറി. ഇസബേൽ പറഞ്ഞു, ഞാൻ നിന്നെ തട്ടിക്കളയുക. സ്തോത്രം. അപ്പോൾ അവൻ പറഞ്ഞു, നൗ ഇറ്റ് ഈസ് ഇനഫ് ഗോഡ് ടേക്ക് മൈ ലൈഫ് ക്വിക്ക്ലി. മതി കർത്താവേ, എൻ്റെ ജീവനെ നീ എടുക്കണമേ. എന്തിനു ജീവിക്കുന്നു? മരിച്ചാൽ മതി. 3.5 വർഷക്കാലം ഗംഭീരമായി ശുശ്രൂഷിച്ചു. ധൈര്യത്തിൻ്റെയും സ്തോത്രം അതിവിശ്വാസത്തിൻ്റെ സിമ്പലാണ് ഏലിയാവ്. ഒരിക്കൽ കൂടെ, വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സിമ്പലാണ് ഏലിയാവ്. ലോക്കൽ റാണി പറഞ്ഞു, ഞാൻ നിന്നെ തട്ടിക്കളയും. പക്ഷേ ആർക്കും തൊടാൻ കഴിയാത്തൊരു പ്രത്യേക ചേംബറിലേക്ക് ദൈവം അവനെ കൊണ്ടുപോയി. ആരൊക്കെയോ ചിന്തിച്ചു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, മരിച്ചു പോകും, ഇനി എനിക്ക് ആയുസില്ല, ഞാൻ തീർന്നു പോകും. ശ്രദ്ധിക്ക്, 2700 വർഷങ്ങൾക്ക് മുമ്പ് ചാകുമെന്ന് ചിന്തിച്ചവനാണ്. പക്ഷേ ഇന്ന് പകലും പുള്ളി ചത്തിട്ടില്ല. ഏലിയാവേ, നിന്റെ ഫസ്റ്റ് ഹാഫിനേക്കാൾ നിന്റെ സെക്കൻഡ് ഹാഫ് ഏറ്റവും ഗ്ലോറിയസ് ആയിരിക്കും.